ഈ ഒരു ജേണിയുടെ തുടക്കം തൊട്ടുള്ള ആളാണ് നസീർക്ക. ഇക്കയ്ക്ക് എന്താണ് ഇക്ക പറയാനുള്ളത്? അല്ല, ഒരു അഭിമാനമാണ്. കാര്യം ചുരുങ്ങിയ സമയം കൊണ്ട് 500 എപ്പിസോഡ് 5 കോടി രൂപ കൊടുക്കുക, അത് ജനത്തിൻ്റെ ഹൃദയങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് സാധാരണ ഒരു ഷോയ്ക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ലത്. അത് നമ്മളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് അഭിമാനമുണ്ടെന്നുള്ള കാര്യം ഉറപ്പായ കാര്യമാണത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പം നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടില്ലേ നാട്ടിലെ കോമഡിക്കാരെന്ന് പറഞ്ഞ്, എന്തോരം കലാകാരന്മാരാണ് വന്നു പോകുന്നതും ക്യാഷ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇനിയും ഒരുപാട് ആൾക്കാർ വരാനായിട്ട് കൊതിച്ചു നിൽക്കുകയാണ്. എല്ലാവരെയും ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തായിട്ട് ബിജുക്കുട്ടൻ ചേട്ടാ. അല്ല, എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ നസീർക്ക് പറഞ്ഞ തന്നെ 500 എപ്പിസോഡിൽ 5 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും കരുതും ഇത് വെറുതെ ഒന്ന് നടത്തേണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കുറേ കണ്ടിപ്പം അല്ലേ, അപ്പോൾ അതിനകത്തൊരു ഭാഗം ആകാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ അത് തന്നെയല്ല, ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ സൂപ്പർ സ്റ്റാർ തന്നെയാണ്, ലേഡി സൂപ്പർ സ്റ്റാർ മമ്മൂക്കയും ലാലേട്ടനും അടുത്ത് കണ്ട കൂട്ടാണ് എനിക്ക് ഉർവശിച്ചിനെ ഒറ്റയ്ക്ക് കാണുമ്പോൾ. അപ്പോൾ അതെല്ലാം വളരെ സന്തോഷം. ചേട്ടൻ എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും ഒരു കോമഡി ഷോ എന്ന് പറയുന്നത് തുടങ്ങി ഒരു 100 എപ്പിസോഡിന് മേളിൽ ഇതുവരെ ഒരു ഷോയും പോയിട്ടില്ല. ആ സ്ഥാനത്താണ് ഫ്ലവേഴ്സ് ദ ഐറ്റം വേറെ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം 500 എപ്പിസോഡ് പിന്നിടുക എന്ന് പറഞ്ഞാൽ വളരെ ചരിത്രപരമായിട്ടുള്ള നേട്ടമാണ്. അതിൽ ബാക്കിയുള്ള ചാനലുകളൊക്കെ ആണെങ്കിൽ പോലും സാധാരണ നിലവിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെ വെച്ച് പെർഫോം ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ഒരുപാട് ഷോസ് ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരുപാട് സാധാരണപ്പെട്ട ആൾക്കാർ ഈ ഫ്ലോറിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെ കഴിവുള്ള ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഫ്ലോറിലേക്ക് വരുന്നു. അവരെ ഗ്രൂം ചെയ്ത് അവരെ സാധാരണമല്ല അസാധാരണമായ പെർഫോമൻസ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളായി മാറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഇവിടെ തുടക്കം പത്തനംതിട്ട ടീംസ് ഉൾപ്പെടെയുള്ള ജനനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്ലോറിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഇന്നിവിടെ നിൽക്കുന്ന ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്. ഇത്രയും ആർട്ടിസ്റ്റുകളുടെ മിടുക്കാണ് ഈ 500 എപ്പിസോഡ് മുമ്പോട്ട് കൊണ്ടുപോകാനും ഇതിന് ഡയറക്ടർ അർജുനും പിന്നെ 100ാമത്തെ എപ്പിസോഡ് നമുക്കൊരു താങ്ങായി ഇവിടെ വന്ന പ്രിയപ്പെട്ട നമ്മുടെ ഉർവശി ചേച്ചിയുടെ ലിസ്റ്റ് എടുത്ത് നോക്കുന്ന 89, 90, 3 പ്രാവശ്യം അടുപ്പിച്ചാണ് സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ആൾ കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് ഉള്ളൊഴുക്ക്. അപ്പോൾ ചേച്ചി 500ാമത്തെ എപ്പിസോഡിൽ വന്നത് ഒരുപാട് സന്തോഷം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ, ഉർവശി ചേച്ചി ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങളിൽ പല ആർട്ടിസ്റ്റുകളെയും നിങ്ങൾ ചെയ്ത ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടും ചേച്ചി എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അതിൽ കുറച്ച് മുമ്പ് ചേച്ചി പറഞ്ഞൊരു പേരാണ് നമ്മുടെ മണിക്കുട്ടൻ ചേട്ടൻ്റെത്. അപ്പോൾ ചേട്ടാ, നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന രീതിയിൽ ഈ ഒരു ഷോയിൽ വന്നതിനെ കുറിച്ചും പിന്നീട് ലൈഫിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചിട്ടും. ഇല്ല, വലിയ മാറ്റമാണ്. സന്തോഷം ഒറ്റ വാക്കിൽ തീരാവുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്ന സന്തോഷം കൊണ്ടാണ് എനിക്ക് വാക്കുകൾ വല്ലാതെ വിരുമ്പുന്നത്. വളരെ സന്തോഷം. താങ്ക്സ് ഫോർ യുവർ കൈൻഡ്നെസ്. എല്ലാത്തിനും കൂടുതലൊന്നും പറയാനില്ല, എല്ലാവർക്കും വേണ്ടി. പിന്നെ വന്നപ്പോൾ തന്നെ ചേച്ചിക്ക് ഇവിടുന്ന് മധുരം കൊടുത്തു. ചേച്ചി എനിക്കും ലേശം മധുരം വിളിച്ച് തന്ന് ഓസ്കാർ കിട്ടുന്നതിന് തുല്യമായി. പ്രത്യേകിച്ച് ഈ വേദിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോമഡി കലാകാരന്മാർ. ഏറ്റവും കോമഡി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് കൊമേഡിയൻ്റെ അവാർഡ് വാങ്ങിച്ചിട്ട് വന്നിരിക്കുക. ഏറ്റവും അഭിമാനപൂർവ്വം ഞാൻ ആ അവാർഡിനെ സ്വീകരിച്ചു. എനിക്ക് കിട്ടിയ അവാർഡിൽ ഏറ്റവും വാല്യുബിൾ അവാർഡാണെന്ന് ഞാൻ പറഞ്ഞു അവരോട്. അത് ഞാൻ എത്രയോ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. എത്ര സിനിമകളിൽ ഞാൻ കോമഡി അഭിനയിച്ചു, എന്താ അത് പരിഗണിക്കാത്തതെന്നുള്ളത്. അപ്പോൾ അതിൽ വലിയ കലാകാരന്മാർ ഏറ്റവും പുതിയതായിട്ട് വരുന്നവരെ ഒന്നുപോലെ സ്വീകരിച്ചവരെ ഒന്നിച്ചു കൊണ്ടുപോകുന്നൊരു വേദി, അതാണ് വലിയ കാര്യം. അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതെക്കാലം മെയിൻറ്റെയിൻ ചെയ്യപ്പെടട്ടെ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു 500ാമത്തെ എപ്പിസോഡ് അടിച്ചു പൊളിക്കാം. ചിരിക്കാൻ നമുക്ക് എല്ലാവർക്കും റെഡി ആയിട്ടിരിക്കാം. കാരണം ഇനി ഈ ഫ്ലോറിലേക്ക് വരാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സൂര്യശ്രീ ചേച്ചി, കൊച്ചു പ്രതിഭേട്ടൻ ആൻഡ് ശ്രീജ ചേട്ടൻ. വേറെ ഹലോ ഹലോ, സങ്കീർത്തന സ്പാ സെന്റർ, ആരാണ്? ആ ചേച്ചി, അവിടെ ഒഴിച്ചിലിനും പിഴിച്ചിലിനും എത്ര റേറ്റ്? ഈ ഒഴിച്ചിലിനും പിഴിച്ചിലിനും റേറ്റ് എന്ന് പറയുമ്പോ അതായത് 90 മിനിറ്റിന് 6000 രൂപ, 60 മിനിറ്റിന് 3000 രൂപ, അരമണിക്കൂറിനത്തേക്കാ 1000 രൂപ, 10 മിനിറ്റ് ആണെങ്കിലാ 500 രൂപ. ഒരു 150 അങ്ങോട്ട് എന്നാ വന്ന് കാണാൻ പറ്റുമോ? എന്നെ കൊണ്ട് നേരം വെളുത്ത് വരെ വർത്താനം പറയിപ്പിക്കരുത് കേട്ടോ. എടോ, ഞാനിപ്പോ നിങ്ങൾ ഇതിൽ കൂടെ 2 ആട്ടാട്ടിയാ നിങ്ങൾ പറയും ഞാൻ ഇതിന്റെ പ്രൊമോഷൻ ചെയ്യുവാണെന്ന്. അതെന്തോന്ന് മനസ്സിലായില്ല. അതിലെ വരും ഓരോ കാര്യങ്ങളായിട്ട്. ഹലോ
ഹലോ ഹലോ ഫോൺ കട്ടായില്ലേ? ഹലോ 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 ഇവിടെ 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 എന്താ ഡ്രോയ്ക്കകത്തോട്ട് ഇറങ്ങി വന്നാന്നു? അല്ല 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 ഞാനിപ്പോ ഇതിക്കടെ കടന്നു വന്നാ. ഞാൻ എവിടോ കണ്ടിട്ടുണ്ടല്ലോ. എന്നെയോ? ഇല്ല 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 എന്നെ ഒരു സ്ഥലത്ത് വെച്ചും കണ്ടിട്ടുണ്ടാവാൻ ഒരു ഇല്ല ഇല്ല എനിക്ക് ഇല്ല. തോന്നിയതായിരിക്കും. പിന്നെ ഈ തടവ് എങ്ങനെയാണ്? അയ്യോ, അത് സാറ് ചെയ്യുന്ന കുറ്റം പോലെ ഇരിക്കും. കുറ്റോ? ഈ തടവും ശിക്ഷയൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചു. തടവ് ശിക്ഷയുണ്ടെന്ന്. പിന്നെ? മറ്റേ മസാജ് ഒഴിച്ചിലൊക്കെ. അതാണോ? ആ സ്പാനിഷ് ഉണ്ട്, ടർക്കിഷ് ഉണ്ട്, തുർക്കിഷ് ഉണ്ട്, വാനിഷ് ഉണ്ട്, മാനിഷ് ഉണ്ട്. പാലിഷ് വേണ്ട, ടർക്കിഷ് വേണ്ട, തുർക്കിഷ് വേണ്ട, പാലിഷ് വേണ്ട, മാലിഷ് വേണ്ട. പിന്നെന്താ വേണ്ടേ? നല്ല നാടൻ തടവ. ഓ, നല്ല നാടൻ തടവ് തരാം. ഓ, എന്ത് പറ്റി? പറഞ്ഞപ്പോ തന്നെ ഒരു ഇക്കിളി. ഈ സാറിന്റെ ഒരു തമാശ രാവിലെ തന്നെ എനിക്ക് വയ്യ. പിന്നെ എന്നെ മൊത്തത്തില് തടവി ഒന്ന് എടുക്കണമെങ്കിൽ എത്ര സമയം വേണ്ടി വരും? അത് 2 സെക്കൻഡ് മതി. 90 മിനിറ്റിന്റെ ഉണ്ട്, 60 മിനിറ്റിന്റെ ഉണ്ട്. സാറിന് ഏതാ വേണ്ടത്? അല്ലെ 90 മിനിറ്റിന്റെ എന്ന് പറയുമ്പോ 90 മിനിറ്റിന്റെ എന്ന് പറയുമ്പോൾ അടി മുതൽ മുടി വരെ. കേശാധിപാതം ഒഴിച്ചിൽ. അതെ. ആ, അപ്പോ കേശാധിപാതം ഒഴിച്ചിലിന് എത്രയാണ് റേറ്റ്? സാർ റേറ്റ് വരുന്നത് 3000 രൂപ. അപ്പൊ ഒഴിച്ചില് മാത്രല്ല നല്ല പിഴിച്ചിലും ഉണ്ട്. സാർ രാവിലെ പറ്റിയ ഫോമിലാണല്ലേ? സാർ ദാണ്ട് ഈ ഫോമിങ് ഫില്ല് ചെയ്ത് തന്നെ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. സാറിന്റെ ഒരു കാര്യം. ഓ. ആഹാ. സാറിന്റെ പേരെന്താ? കിഷ്കിന്ത കണ്ടോ? അല്ലല്ല കിഷ്കിന്ത രാജ്. ആക്ച്വലി അതൊരു ഫേക്ക് നെയിമാണ്. അല്ല, സാറിന് എപ്പോഴാ ട്രെയിൻ? ട്രെയിനോ? അതിന് അല്ല, ഇവിടെ ഒരു റെയിൽവേ ഗേറ്റ് വരച്ചു വെച്ചേക്കുന്നു. അയ്യോ റെയിൽവേ ഗേറ്റ് അല്ല, അതെന്റെ ഒപ്പാണ് 3 വര ഇങ്ങനെ 2 വര ക്രോസ്. മതി സാർ, മതി മതി. സാറേ, അതെ, സാറിന് വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? യാതൊരു കുഴപ്പമില്ല. അതെ, അപ്പൊ സാർ പിന്നെ എന്തിനാ ഇവിടെ ഒഴിയാൻ വന്ന? എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് ശരിക്കും പറഞ്ഞിട്ട് എനിക്കൊരു ചെറിയൊരു നടുവേദന ഉണ്ട്. ഓ, അത് വലിയ നടുവേദന ആവണേക്ക് മുമ്പ് ജസ്റ്റ് ഒന്ന് ഒഴിച്ചേക്കാം എന്ന് കരുതി. അതെ. നമ്മുടെ കാരണന്മാര് പണ്ട് പറയാറില്ലേ, ഈ അസുഖം വന്നതിന് മുമ്പ് ചികിത്സിക്കാൻ നല്ല ആളോ അതിന് മുമ്പേക്ക് ചികിത്സിക്കാൻ നല്ല ആളോ. അത് തന്നെ. അപ്പൊ അതുകൊണ്ട് എക്സ്ക്യൂസ് മീ, ആ വെള്ളം എടുത്തേ. പിന്നെന്താ? അയ്യോ, എന്തിനാ? സാറിന് പനിയുണ്ടോ? ഇല്ലല്ല, പനിയുടെ ഗുളിക നേരത്തെ കഴിച്ചതാ. ഇനിയിപ്പോ അടുത്ത ആഴ്ച വല്ല പനിയും വന്നാലോ? ഞാനെല്ലാം അഡ്വാൻസ്ഡ് ആണ്. എല്ലാം അഡ്വാൻസ് ആണല്ലേ? കുട്ടിക്കറിയില്ലേ, നമ്മളൊക്കെ ഇപ്പോൾ അഡ്വാൻസ്ഡ് കാലഘട്ടത്തേക്കിടെയാണ് ജീവിച്ചു പോകുന്നത്. സത്യം. ഇപ്പൊ ഉദാഹരണത്തിന് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ, അഡ്വാൻസ് ബർത്ത്ഡേ, അഡ്വാൻസ് വാലന്റൈൻ ഡേ, അങ്ങനെയൊക്കെയല്ലേ? അതെ അതെ അതെ. പക്ഷെ ഇവിടെ അഡ്വാൻസ് അല്ല, ഇവിടെ ഫുൾ പേയ്മെന്റാ. ഫുൾ പേയ്മെന്റ് ആണോ? അതെ അതെ. എന്നാ പറയണ്ടേ പറയണ്ടേ പറയണ്ടേ. 10ന്റെ നോട്ടിലും 100ന്റെ നോട്ടിലും ഗാന്ധി ചിരിക്കുന്നു. അല്ല, അതിപ്പോ ഇവിടെ പാടേണ്ട കാര്യം. അല്ല, ഞാനിങ്ങനെ അസ്ഥാനത്ത് പാട്ടൊക്കെ പാടും. സാറേ, അങ്ങനെയാണെങ്കിലേ നമുക്കങ്ങ് മസാജിങ് തുടങ്ങിയാലോ? ആരാണ് ഇവിടെ മസാജ് ചെയ്യുന്നത്? സാറേ, അതായത് ഇവിടെ 2 ലേഡി സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആണോ? അവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു അത്യാവശ്യ ഘട്ടത്തിന് അങ്ങ് ലീവ് എടുത്തു പോയി. സാറേ, അതെ. മാഡം ഇവിടെ ഇല്ല. അത് കാരണം ഞാനായിരിക്കും സാറിനെ തടവുന്നത്. സോറി, വേണ്ട 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 വേണ്ട. ലേഡീസ് എന്റെ ദേഹത്ത് തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ പുരുഷന്മാരാരെങ്കിലും ഉണ്ടോ? അല്ല, അതെന്താ സാറിന് അങ്ങനെ? അല്ലാതെ വേറെ ഒന്നല്ല, എന്റെ ഈ ഭാര്യ പോയതിനു ശേഷം അന്യ സ്ത്രീകൾ എന്റെ ദേഹത്ത് ടച്ച് ചെയ്തത് എനിക്ക് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മതി. സത്യം കാണുന്നില്ലല്ലോ. അയ്യോ, വടിയെടുക്കുവാണ് എന്നെ തല്ലാൻ. വടിയല്ല, പിന്നെ ഒരു ഫോട്ടോ. എനിക്ക് ഒരു സെൽഫി തരൂ. എന്റെ കാര്യത്തിന് 13 വർഷമായി സാറേ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട്. ആണോ? ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സും പറയുന്നത് മലയാളിയാണോ, കറുത്തതാണോ, വെളുത്തതാണോ, വയസ്സെത്ര, ഇങ്ങനെ ചോദിക്കുന്നതല്ലാതെ പുരുഷൻ തിരുമ്പിയാ മതിയെന്ന് ആരും ചോദിച്ചിട്ടില്ല സാർ. എനിക്ക് എന്താ അറിയത്തില്ല, സാറിനോടൊക്കെ ഒരു ക്രഷ് തോന്നുവോ? ക്രഷ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ബ്രഷ് വെച്ച് ചുമ്മാ അടിക്കാവുന്ന കേസല്ലോ. അല്ല, ബ്രഷ് അടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ശരി, ഓക്കെ, ഞാൻ പോയിട്ട് വരാം. ഓക്കെ. അല്ല അല്ല അല്ല, ലേഡീസ് എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ്. പ്ലീസ്. ഇറങ്ങിപ്പോയി ആ CC ക്യാമറയ്ക്കകത്തൂടെ കണ്ടോണ്ടിരിക്കുന്ന മാഡം പറയും എന്റെ കഴിവുകേട് കൊണ്ട് സാറ് പോയത്. അത് സാറ് 2 ദിവസമേ ആയുള്ളൂ സാറേ ഇവിടെ ജോലി കയറിയിട്ട്. പോവല്ല സാറേ. ദൈവമേ, ഞാനിപ്പോ എന്ത് ചെയ്യും? എനിക്ക് വേണ്ടി
ഓക്കെ എനിക്ക് വേണ്ടി സാറ്. കുട്ടിക്ക് വേണ്ടി മാത്രം. ഓക്കെ. പക്ഷെ എന്റെ മേഘത്ത് തുടരുത്. തൊടില്ല ഞാൻ. ഗ്ലൗസ് ഇടണം. ഇടും ഞാൻ. ഉറപ്പാണോ? ഉറപ്പാ. സത്യം ചെയ്യേ. അയ്യോ വേണ്ട വേണ്ട വേണ്ട. ഓക്കെ ആണോ? സത്യം. സത്യമായിട്ട് ഓക്കെ ആണോ? സത്യമായിട്ട്. സാർ ഇങ്ങോട്ട്. സാർ വന്നിട്ടേ ആ ഷർട്ട് അങ്ങ് ഊരി സാറേ. അയ്യോ അയ്യോ നോ നോ നെവർ. ഒരിക്കലുമില്ല. എന്റെ ഭാര്യ പോയതിനു ശേഷം ഒരു അന്യ സ്ത്രീയുടെ മുമ്പിൽ ഞാൻ ഷർട്ട് അഴിക്കണമെന്ന്. ഷർട്ട് അഴിക്കാൻ പറ്റില്ല. എന്തൊരു ജെന്റിൽമാൻ ആണ് സാർ നിങ്ങൾ. പക്ഷേ ഞാൻ അല്ല കുഴപ്പമില്ല. നിക്കറുണ്ട്. വീണ്ടും വീണ്ടും സാർ എന്നെ അങ്ങ് ഞെട്ടിച്ചോണ്ട് ഞാൻ ഞെട്ടിച്ച് ഞാൻ കൊത്തി ഞാൻ. അയ്യോ ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് സാറേ. കിടന്നോളൂ. ഓക്കെ. അതെ. പതുക്കെ ഒന്ന്. ഗ്ലൗസ്. അയ്യോ പതുക്കെ പിടിക്കാം. മസിൽ പൊട്ടിത്തെറിക്കും. അയ്യോ ആരോ ഒരു കസ്റ്റമർ വന്നെന്ന് തോന്നുന്നു സാറേ. നോക്കട്ടെ. നന്നായിട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആകുന്നത് എന്തൊരു കഷ്ടമാണ്. ചിലപ്പോൾ സ്റ്റാഫിന്റെ പിഴവ് കൊണ്ടാകാം, അല്ലെങ്കിൽ കേറി വന്നവന്റെ ധൃതി കൊണ്ടാകാം. കണ്ടിന്യൂ. എക്സ്ക്യൂസ് മീ, ഇവിടെ ആരുമില്ലേ? സാറേ കസ്റ്റമർ ആണെന്ന് തോന്നുന്നു സാറേ. ഒരു മിനിറ്റ് സാറേ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ആരാണ് ഒന്നും പ്രതികരിക്കാത്തത്? കൊച്ചു കണ്ടിന്യൂ ചെയ്യൂ. ഇവിടെ ആരുമില്ലേ? എക്സ്ക്യൂസ് മീ. സാറേ കസ്റ്റമർ ആണെന്ന് തോന്നുന്നു സാറേ. എന്റെ പണി പോയി. അയ്യോ ഞാനൊന്ന് നോക്കാം. വേണ്ട. ഞാൻ പോയിച്ചോടാം. ആരാ ഇത് ചുമ്മാ ഫ്ലോ കളയാനായിട്ട്? അയ്യോ എന്തോന്നാ? എന്റെ മോൻ. സാറ് പേടിക്കുന്ന എന്തിനാ? സാറ് നടുവേദന ട്രീറ്റ്മെന്റ് അല്ലേ ഇവിടെ വന്നേ? എന്റെ പൊന്നു കൊച്ചേ, അവൻ അടുപ്പിക്കരുത്. അവൻ വെറും മെനകെട്ട പയ്യൻ. അയ്യോ അപ്പനേക്കാൾ മോശം. എന്നെ എവിടെയെങ്കിലും ഒന്ന് ഹൈഡ് ചെയ്യൂ പ്ലീസ്. എന്റെ ജോലി പോകാതിരിക്കാൻ ശ്രദ്ധിച്ചത് സാറാ. തീർച്ചയായിട്ടും ഞാൻ സാറിനെ രക്ഷിക്കും. പേടിക്കണ്ട. ഹൈഡ് ചെയ്യും. സാർ പേടിക്കണ്ട. ധൈര്യമായിട്ട് ആളില്ലേ ഇവിടെ? ആളുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. ഈ സ്പൈഡർ സ്റ്റാഫാണ് സാർ. ഈ ഫോട്ടോ കാണുന്ന ആളെ ഇല്ല. ഒന്ന് ഓർത്തു നോക്ക്. ഈ ഫോട്ടോ കാണുന്ന ആളെ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒന്ന് നോക്ക്. ഈ ഫോട്ടോ കാണുന്ന ആളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്റെ തലയാട്ടലുണ്ട്. അതിന്റെ അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഇല്ല. എന്റെ അച്ഛൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇവിടെ ഇല്ല. പാസഞ്ചറിനകത്ത് CC ക്യാമറ വെച്ചിട്ടുണ്ട്. ഇവിടെ CC ക്യാമറക്കകത്തൂടെ എല്ലാം കണ്ടോണ്ടിരിക്കുക. കണ്ണിലോട്ട് നോക്ക്. ആ സാധനം എടുത്തുണ്ടോ? ആറുണ്ട്. സാറേ ഇങ്ങനെ അതിക്രമിച്ച് കയറാൻ പാടില്ല എന്നാ പറയുന്നേ. Washington was an American boy. He was lived in a village. This is KSRTC Comfort Station. Medulla oblongata of the ear. Satisfaction, multiple personality disorder. നീ എന്താ ഇവിടെ? ഞാനൊരു ചെറിയ റെഫറൻസ് നടത്താൻ വേണ്ടി വന്നതാണ്. കട്ടിലടിയിലാണ് റെഫറൻസ് ഉണ്ടാക്കുന്നത്. അല്ല ഇവിടെ നല്ല റിലാക്സേഷൻ ഉണ്ട്. സത്യം പറ. എന്തിനാ ഇവിടെ വന്നതെന്ന് പറ. എന്റെ പൊന്നടാവേ സത്യം ഞാൻ പറയാം. ഞാൻ പെൻഷൻ മേടിക്കാൻ വേണ്ടി വന്നതാ. ഇത് പെൻഷൻ മേടിക്കാൻ വന്നില്ല. ഉള്ള പെൻഷൻ കൊണ്ട് കളയാൻ വന്നേ. സാറിന് ഭയങ്കര നടുവേദന എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഒരു തിരുമലിന് വന്ന അദ്ദേഹത്തിന്. അയാൾക്ക് ഒരു ഗുരുവില്ല. നടുവേദനയുള്ള ആരെങ്കിലും ഇരിക്കൂ. അല്ല അത് ടെൻഷൻ കാരണം പേടിച്ചിട്ട് അദ്ദേഹം ആദ്യമായിട്ടൊരു സ്പാ സെന്ററിൽ വരുന്നതല്ലേ. അദ്ദേഹം എന്നോട് പറഞ്ഞു. ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ എറണാകുളത്ത് എത്ര സ്പാ ഉണ്ടെന്ന് അങ്ങനെ കണ്ണു കൊടുത്തോണ്ട് പറയും. എനിക്ക് അറിഞ്ഞൂടെ? ആര് പറഞ്ഞു? ഇയാളാ കൊച്ചിങ്ങോട്ട് വാ. അല്ല ചുക്കില്ലാത്ത കഷായം പോലെ എന്റെ അച്ഛയില്ലാത്ത സ്പാ ഇല്ല. അറിയാമോ? പോരാത്തതിന് പട്ടായയിൽ 8 അടി പൊക്കമുള്ള ഒരു ഫ്ലെക്സ് ആണ് ഒരു സ്പായുടെ ഫ്രണ്ട് വെച്ചേക്കുന്നത്. മേലെടുത്ത് രാഘവൻ നായർ ഈ സ്പായുടെ ഐശ്വര്യം. മലേഷ്യൻ ഗവൺമെന്റ് തപ്പിക്കൊണ്ട് കിടക്കുക. 2027 കലണ്ടറിൽ ഇങ്ങനെ പടം വെച്ച് അടിച്ചിറക്കാൻ വേണ്ടിട്ട്. അറിയാമോ? സാറേ അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ അദ്ദേഹത്തിന് വേണമല്ലോ ഇത്രയും പ്രായമായി ഒരു റിലാക്സേഷൻ വേണമല്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യ പോയതിനു ശേഷം ഒരു റിലാക്സേഷൻ അദ്ദേഹം ഇല്ല. ഭാര്യ പോയാ? മരിച്ചു പോയില്ലേ? ഇങ്ങനെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയാണ്. എന്റെ സഹോദരിക്ക് പ്രഗ്നന്റ് ആയിട്ട് അവരെ 10 ദിവസം നോക്കുമ്പോൾ ആ ഗ്യാപ്പിൽ കുന്തളിക്കാൻ വന്നത്. പിന്നെ ആര് പറഞ്ഞു എന്റെ അമ്മ മരിച്ചു എന്ന്? ഉമ്മ ആവശ്യമില്ലാത്ത പരിപാടിക്ക്. പക്ഷേ സാറേ ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജെന്റിൽമാൻ ആണ്. കാരണം ഇവിടെ വന്നപ്പോഴേ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യം ആണുങ്ങൾ മസാജ് ചെയ്താൽ മതിയെന്ന് അങ്ങ് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഇതാണ് അയാളെ ഏറ്റവും വലിയ നമ്പർ. ആണുങ്ങൾ മതി എന്ന് ഇയാൾ നമ്മൾ പറയും.
അപ്പൊ ഇവിടെ ഇരിക്കുന്ന പെമ്പിള്ളേർ ഒരു സോഫ്റ്റ് കോർണർ വെച്ചിട്ട് പ്രായമുള്ള മനുഷ്യനല്ലേന്ന് വിചാരിച്ചിട്ട് പയ്യെ ചെല്ലും. ഈ ഷർട്ട് അടിക്കുന്ന ആവശ്യം പറഞ്ഞായിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞു ഷർട്ട് അടിക്കാൻ പറ്റില്ല, മുണ്ടടിക്കാന്ന്. ഇത് എല്ലായിടത്തും ഉള്ള പരിപാടി തന്നെ. എനിക്കറിയാലോ, ഇവിടെ കാണും, അതിൽ ഞാൻ തപ്പിയെടുത്ത് ഇങ്ങോട്ട് വന്നു. ഈ സ്ഥിര നമ്പറാണെന്ന് ഇയാളെ. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ അങ്ങ് കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു സാർ. കാരണം ഞാൻ ഇദ്ദേഹത്തിന് എനിക്ക് ഇവിടെ വന്നപ്പോ തൊട്ടൊരു സംശയമുണ്ട്, ഞാൻ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. സാർ വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ് ഇവിടെ? സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സ്പാ തുടങ്ങിയപ്പോ തറക്കല്ലിട്ടപ്പോ പൂജാരിക്ക് ദക്ഷിണ കൊടുത്തത് ഞാനാ. എങ്ങനെ ഇരിക്കുന്നു? കൊച്ചിനൊരു കാര്യം അറിയാമോ? സ്പാ സെന്ററിൽ പറ്റിപ്പൊക്കുള്ള ഒരേ ഒരാൾ ഇയാൾ. സ്പാ സെന്ററിൽ പറ്റിപ്പൊക്കുള്ള പോരാത്തതിന് ഗോവയിൽ നിന്ന് ഞാൻ ജാമ്യത്തെ എടുത്തോണ്ടെന്നാ. എന്തിനാണെന്നറിയാമോ? ഗോവയിൽ ചെന്നിട്ട് സ്പായി കയറിട്ട് EMI ഉണ്ടെന്ന് ചോദിച്ചു. മാസാമാസം ചെല്ലേ, മാസാമാസം. അറിയാമോ? അത്രയ്ക്ക് ഞരമ്പാണെന്റെ നന്ദ. ചുമ്മാ ആവശ്യമില്ലാതെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ എന്നെ കൊണ്ട്. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ നിർത്തിക്കൂടാ നിനക്ക്. നിലയെടുത്ത് രാഘവൻ നായർ ചെറ്റയാ. അതെല്ലാവർക്കും അറിയാം. ഈ പെണ്ണിന്റെ അടുത്ത് കൂടെ പറയേണ്ട കാര്യമില്ല. എന്താ തെറ്റാണെന്ന് എനിക്കറിയാം. ഞാൻ ഒരു കാര്യം പറയാം, 10-35 വയസ്സായ ചെറുപ്പക്കാരനാണ് ഞാൻ. എനിക്ക് സമൂഹത്തിൽ നിലയും വിലയുണ്ട്. മനുഷ്യരാവണം ആദ്യം, നിലയും വിലയും. എന്റെ അച്ഛനായി പോയി, ഇല്ലെങ്കിൽ കൊച്ചു മമ്മൂട്ടി ഞാൻ വരച്ചു കയറി ഭിത്തി അടിച്ചത്. ഇത്രയും കാലത്തെ എന്റെ അധ്വാനത്തിന് കണക്കില്ല. ഞാൻ ഈ കുടുംബത്തിന് താങ്ങും തണലുമായി നിന്നതിന് കണക്കില്ല. പക്ഷേ കണക്കുണ്ടോ? എന്റെ അച്ഛനായോണ്ട് പറഞ്ഞല്ല, താങ്ങും തണലും ഉണ്ട്. ഒരു മനുഷ്യൻ ഒരു ദിവസം എത്ര തവണ താങ്ങും? 3 തവണ. ഇത് 4 തവണ താങ്ങും, എന്നിട്ട് തണലിൽ പോയി കിടന്ന് ഉറങ്ങും. അപ്പൊ നീ പറഞ്ഞു വന്നത് കുടുംബത്തിന് വേണ്ടി ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ അമ്മയുടെ അടുത്ത് കള്ളു കുടിക്കാൻ പൈസക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ല വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, സെന്റിമെന്റ്സ് പിടിക്കാം. അല്ല വെറുതെ അദ്ദേഹത്തിന് നിങ്ങൾ ഇങ്ങനെ അങ്ങ് കിടന്ന് പറയാൻ മാത്രം പാവം. ഒരു പ്രായമുള്ളൊരു മനുഷ്യനല്ലേ അദ്ദേഹം. വായിലെ പെണ്ണ് നിനക്കറിയോ? ഇവൻ കുട്ടിക്കാലത്ത് മാറാരോഗത്തിന് അടിമയായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു വിറയല്. സെന്റിമെന്റ്സ് പറയുമ്പോൾ ഡ്രാമാറ്റിക് ഫീൽ വളരെ നല്ലതാണ്. ഇനി ഒരിക്കലും എന്നെ അപമാനിച്ച ആ തറവാട്ടിലേക്ക് ഞാൻ വരില്ല. വേറെ ഏതോ സ്പാ കണ്ടു വെച്ചിട്ടുണ്ട്, അതാണ് തറവാട്ടിലോട്ട് വരാത്തത്. പത്തനാപുരത്തെങ്ങാട്ടൊരു പുതിയ സ്പാ തുടങ്ങിയത് നിങ്ങളെ മക്കളെല്ലാരും കൂടി പറഞ്ഞിട്ട് അച്ഛനെ അവിടെ കൊണ്ടുനാക്ക്. എന്നിട്ട് അവിടുത്തെ ലേഡീസ് സ്റ്റാഫിനെ ഫുള്ള് വിളിച്ച് ഫുള്ളായിട്ട് കുഴമ്പ് തേച്ച് താഴെക്കെടുത്തി ചവിട്ടി തിരുമ്പി അങ്ങ് കൊല്ലാൻ പറയടാ. ഞാൻ അന്നേരേ പറഞ്ഞു, നേരം വെളുത്തപ്പോഴേ എന്റെ ജോലി മുടക്കാനായിട്ട് രണ്ടുപേരോട് നിൽക്കാതെ ഇവിടുന്ന് പോവാൻ നോക്കിപ്പോ. അയ്യോ അങ്ങനെ പറഞ്ഞ ശരിയാവില്ല. 3000 രൂപ ഞാൻ എണ്ണി തരാം. ഞാൻ ഷർട്ട് അയക്കാൻ കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ സ്പാ സെന്ററിൽ വന്നിട്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. പക്ഷെ എനിക്ക് ഉണ്ടായിട്ടല്ല, നമ്മുടെ കാര്യക്കാർക്ക് ഉണ്ടായോന്ന് അറിയാം. സ്റ്റാർട്ടിങ് വിത്ത് നസീർക്ക. അല്ല, ഞാനത് അവരോട് ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇത്ര മനോഹരമായിട്ട് ഇതിന്റെ ഉള്ളിലെ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ പിന്നെ മനസ്സിലാക്കി? ജ്ഞാനദൃഷ്ടി. എന്തായാലും ഗംഭീരമായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പ്ലേ ആയിരുന്നു. ഇങ്ങനെ ഒരു അച്ഛൻ അതിനൊപ്പിച്ച് ശ്രീജു നിന്നു എന്നുള്ളതാണ്. പക്ഷേ അത് അവിടുത്തെ സ്റ്റാഫാണ്, അതിൻ്റെ പരിധി അത്രയേ ഉള്ളൂ, അത് അവിടം വരെയേ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെയും കൂടെ ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് കളിച്ചു കൂട്ടിയത്. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്? ഈ പുള്ളിയെ കാരണം ഇതിപ്പോൾ കേരളത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ, ഇതല്ലേ? സ്പാ എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള സ്പാ ആണ് കേട്ടോ. കൂടുതലും അൺപ്രൊഫഷണൽ എന്ന് പറയുന്നത് വിരലിലുണ്ടാവുന്നേ ഉള്ളൂ. നല്ല രീതിയിൽ നടത്തുന്ന ഒരുപാട് സ്പാകളുണ്ട്. അപ്പം നമ്മളത് പറയുമ്പം അതെ കൺവേ ചെയ്ത് പറയണം. അങ്ങനെയല്ല. സ്പാ എന്ന് പറയുന്ന ഒരു മോശം പ്രൊഫഷൻ അല്ല, അത് നല്ല പ്രൊഫഷനായിട്ട് തന്നെ നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ചില കേസുകളിലാണ് അങ്ങനെ കൈവിട്ട് പോകുന്നത്. ഇതും നമ്മുടെ നല്ല സ്പാ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല സ്പാ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ല സ്പാ ആയിട്ട് തന്നെ ചെയ്തിരുന്നത്. പക്ഷെ അച്ഛനെ മാത്രമേ ഉള്ളൂ കുറ്റം പറഞ്ഞോളൂ. അച്ഛൻ്റെ മനസ്സെന്താണെന്ന് ഇപ്പം രണ്ടാമത് പറഞ്ഞ ആ കാര്യത്തിൽപ്പെടുന്നതാണ്. എന്തായാലും വളരെ മനോഹരമായി കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം തിരഞ്ഞെടുത്തത്. ഗംഭീരമായി. ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ മിന്നിച്ച് കളിച്ചു. കാര്യം എനിക്കതിനകത്തൊരു ഇരട്ടി സന്തോഷമുണ്ട്. കാര്യം ഞാൻ ഈ അടുത്തിടെ ഈ എബ്രിഷൻ സംവിധാനം ചെയ്ത സ്പാ എന്ന് പറയുന്നൊരു സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ വർക്ക് ചെയ്തു. അത് വർക്ക് ഞാൻ കണ്ട സിനിമ വിജുക്കൂടെ കണ്ട സിനിമ ഒരു ഹ്യൂമർ പടമാണ് ശരിക്കും പറഞ്ഞത്. മാന്യന്മാർ എന്ന് പറയുന്ന ചില ആൾക്കാർ ഇങ്ങനെ ഒരു ചില ഇടങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവർ കാട്ടിക്കൂട്ടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ പ്രദീപ് എന്ന് പറഞ്ഞ പോലെ പ്രദീപിനൊന്നും പറയണം, പക്ഷേ പ്രദീപിനെ ഉടായ്പ മുഴുവൻ നമ്മുടെ ശ്രീജു പൊളിച്ചു, മകൻ വന്ന് പൊളിച്ചു കളഞ്ഞു. പക്ഷേ ഈ സ്പാ എന്ന് പറയുന്നത്
ഞാൻ ചിരിച്ചു പോയത് ഒരച്ഛൻ്റെ വെപ്രാളം ആ സ്പായി കയറി കഴിഞ്ഞിട്ട് എന്തൊക്കെ കാണിക്കണം. പ്രതിഭ ഉഗ്രനായിട്ട് പ്രതിഭ വർക്ക് ചെയ്തത് അസലായിരുന്നു. സൂര്യശ്രീ ആട്ടില്ലേ സ്പാ എന്ന് പറഞ്ഞ ആട്ടല്ല, അത് ഉഗ്രനായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച സമയത്താണ് ശ്രീജ് കയറി വരുന്നത്. ശ്രീജ് കയറി വന്നിട്ട് ഈ അച്ഛനെ തപ്പുന്ന മറ്റേ ചെറിയ വേസ്റ്റ് എവിടെ കയറി വിളിക്കാം. പിന്നെ സ്പായിൽ പറ്റുപൂക്കുള്ള ഒരേ ഒരു തന്ത ഇയാളായിരിക്കും, അത് പൊളിച്ചെടുക്കായിരുന്നു. അതിനെല്ലാ കൗണ്ടറുകളും നല്ല കയ്യടിയുള്ള കൗണ്ടറാണ് ശ്രീജു. അടിപൊളിയായിട്ട് എല്ലാ രസമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കുറേ നാൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു നിങ്ങൾ ജോയിൻ ചെയ്തൊരു നല്ല സ്കിറ്റ് നിങ്ങളുടെ കയ്യിൽ കാണാൻ സാധിച്ചു. 3 പേരും നന്നായിട്ട് പെർഫോം. താങ്ക് യു ചേട്ടാ. അഭിജിക്കുട്ടൻ ചേട്ടാ ഒരിച്ചു കളഞ്ഞിട്ടാ ഉഗ്ര സ്കിറ്റായിരുന്നു. കാരണം അത് എടുത്തു പറയാതിരിക്കാൻ പറ്റൂല. ഗംഭീര സ്കിറ്റായിരുന്നു. നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ പൂണ്ട് വിളയാട്ടം ഉണ്ടല്ലോ, കാരണം അത് നമ്മുടെ ചിലപ്പോൾ ഒരു സ്കിറ്റിൽ ഒരാളായിരിക്കും. ഇത് 3 പേരും പൊളിച്ചിട്ടാ. ഓരോരുത്തരുടെ പാർട്ട് നല്ല ഗ്രാൻഡായിട്ട് ചെയ്ത്. പിന്നെ എനിക്ക് തോന്നണത് ശ്രീജു വന്നേ പിന്നെ വേറൊരു ലെവലായിട്ടാ. അയ്യോ സ്കിറ്റ് വേറെ ലെവലായി പോയി. കാരണം ഇത് ഒരിക്കലും താന്നു പോയിട്ടില്ല. ആ 100 എന്നുള്ളത് അവസാനം വരെ 100 തന്നെ പിടിച്ച്. ശ്രീജു വന്നിട്ട് എവിടേക്കാണ് തമാശ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി. എനിക്ക് ആ തപ്പണ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഈ ശ്രീജു വരുന്നതിന് മുമ്പ് നമ്മുടെ പ്രദീപ് അങ്ങ് പൊളിച്ചടുക്കി വെച്ചാക്കിയാണ്. പിന്നെ ശ്രീജുവിൻ്റെ വിളയാട്ടം, പിന്നെ നിങ്ങളുടെ 3 പേരും ഒരു പെർഫോമൻസ് കിട്ടില്ലായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. കാരണം ചിരിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലൈമാക്സ് വരെ നല്ല വെരി എൻഡ് വരെ നല്ല കറക്റ്റായിട്ട് തന്നെ പഞ്ച് ചെയ്ത് കളിച്ച് അവസാനം കൊണ്ടുവന്ന് പഞ്ചായിട്ട് കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്ത്. പ്രതിഭ ഈ പ്രാവശ്യം ശരിക്കും പൂണ്ട് വിളയാടിട്ടാ. അപ്പൊ 3 പേർക്കും അടിപൊളി ഏട്ടാ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗ്രാൻഡായിട്ട് വരുക. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല ഇംപ്രസീവ് ആയിട്ടുള്ള കമന്റ്സ് ആണ് നമ്മുടെ കാര്യക്കാർ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് മാർക്സ് അറിയാം. സ്റ്റാർട്ടിംഗ് വിത്ത് നസീർക്ക. ഞാനൊരു 18,000 രൂപ കൊടുക്കുകയാണ്. ഓക്കെ, 18,000. പ്രചോദേട്ടാ? ഞാൻ ഒരു 2,000 രൂപയുടെ കൂട്ടി 20,000 രൂപ ഞാൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ 18, 20, 38,000 ആയിട്ടുണ്ട്. ഇനി ബാക്കി എത്രയാണ് നമുക്ക് ബിജുക്കുട്ടൻ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ പിടിച്ചോ. 70,000 രൂപയാണ് നേടിയിരിക്കുന്നത്. അപ്പൊ ഇനി ഒരുപാട് പഞ്ചസ് ഇങ്ങനെ കിടക്കുകയാണ്. ഗോൾഡൻ പഞ്ച്, സിൽവർ പഞ്ച്. അപ്പം നേടാൻ പറ്റട്ടെ കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ. അമ്മേ ആ ചൂടുള്ള ഓർമ്മ ഇങ്ങോട്ടിട്ടെ. നോ നൗ ഫുൾ ഈറ്റ്, നോ ഹംഗ്രി ഫോർ ഡിന്നർ. എന്തോന്ന്? നൗ ഫുൾ ഈറ്റ്, നോ ഹംഗ്രി ഫോർ ഡിന്നർ. ഇതാണ് ക്യൂർ എലിസബത്തോ? മലയാളത്തിൽ പറ. ഇല്ല, ഇനി നമ്മൾ മാത്രം ഉള്ളപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി. എന്നാ ഞാൻ വല്ല ഹോസ്റ്റലിൽ പോയി നിൽക്കാൻ പോവാം. അമ്മയുടെ ഇംഗ്ലീഷ് കേൾക്കുന്നതിനേക്കാളും ഭേദമാ. ഒരാഴ്ച തികച്ച് സംസാരിച്ചാൽ പച്ച വെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാ. ഒരാഴ്ചയല്ല, ഒരു കൊല്ലം അമ്മ ചത്ത് കിടന്ന് ശ്രമിച്ചാൽ പോലും അമ്മയ്ക്ക് അത് പറ്റൂല എന്ന് എനിക്കുറപ്പാ. No, Chu. You believe. This time I study. You ask English question. I reply English answer. Please. എന്നെ മാറ്റി നിർത്തി സ്വകാര്യത്തിൽ പറയായിരുന്നില്ലേ സാമ്പാർ മോശമായിരുന്നു എന്ന്? അയ്യേ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഒന്നുമല്ല. പണ്ടത്തെ ആളൊന്നല്ല ഇപ്പൊ സേതുവേട്ടൻ. പണ്ടൊരു വിഷു ദിവസം സേതുവേട്ടൻ വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നപ്പോ ഞാനുണ്ടാക്കിയ സാമ്പാറിനെ എന്തുമാത്രം പുകഴ്ത്തിയിരുന്നു. ഓർമ്മയുണ്ടാവില്ല. ഞാനൊന്നും മറക്കാൻ ശീലിച്ചിട്ടില്ല. പിന്നീട് എഴുതിയ കത്തിലും സാമ്പാറിന് അഭിനന്ദി ചെയ്തിരുന്നു. കത്തില് സാമ്പാർ കാണിച്ചു തരാം. ഞാൻ ചിലപ്പോ എഴുതിയിട്ടുണ്ടാവാം. എഴുത്ത് മുഴുവൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഞാൻ തൊടുന്ന പൊട്ട്, ഞാൻ ഉടുക്കാറുള്ള ഉടുപ്പ്, എന്റെ കയ്യിലെ കുപ്പിവിളകൾ, ഇല്ല എന്തൊരു ഭംഗിയാണ്, എന്തൊരു ചേർച്ചയാണെന്നൊക്കെ പറയാറുണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ഒന്നുമില്ല. ആര് പറഞ്ഞു ഇപ്പൊ പറയില്ലെന്ന്? ഇപ്പൊ ആണെങ്കിലും പറയാം. ആഹാ, എന്ത് നല്ല പൊട്ട്, എന്ത് നല്ല സാരി, എന്ത് നല്ല വളകൾ, ഇതെല്ലാം എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച. മതി, ഇതിന് പേര് പരിഹാസം. ஹாய், இங்க வந்து நிக்கிறியா? நான் சாப்பாடு எடுத்துட்டு எங்கெல்லாம் தேடினேன். டைம் ஆகவில்லையே ஆனந்தவல்லி. டைம் எல்லாம் ஆச்சு. இனிமே நீங்க எப்ப சாப்பிடணும், எப்ப தூங்கணும் எல்லாம் நான் தான் சொல்லுவேன். ஐயோ, வெயில நின்னு முகம் இல்ல என்னமா வாடி போயிருக்கு. அப்பா உங்களுக்காக அங்க காத்துட்டு இருக்கு. வாங்க போங்க, அப்பா காத்திருக்குது. யார் இவரு? இது இவருக்கு நண்பன், இன்னொரு பார்வர். அப்படியா? நீங்களும் வாங்க, நம்ம வீட்டுல சாப்பிடலாம். ஐயோ வேணாமா, ரொம்ப தேங்க்ஸ். இது கடையில வச்சிருக்க சாப்பாடு, நான் அங்க வந்து சாப்பிட்டுக்கிறேன். அப்படியெல்லாம் சொல்லக்கூடாது. நானே உங்களுக்காக என் கையால சமைச்சது. நீங்க வந்தாதான் நான் சாப்பிடுவேன். வாங்க കുഞ്ഞിക്കാതറേ, പോങ്ങ. വൈകിട്ട് കാണണേ. വൈകിട്ട് തീർച്ചയായിട്ടും കാണണം. വാങ്ങ. നീ വരയ്ക്കുന്നത് ഒന്നുമില്ല അതിനകത്ത്. ഇങ്ങനെ കാണണ്ട. അയ്യോ കാണണം.
എങ്ങോട്ട് പോന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ടും ഞാൻ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പഴിനെ കാണു. എന്തിനാ എന്നെ കാണുന്നത്? അതപ്പഴിനെ അറിയത്തില്ലേ? എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവനുമായിട്ട് നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ, അതും എന്റെ അമ്മായിയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ? ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പോഴത്തെ അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. ഇത് തന്നെയാണോ തൊണ്ടി സാധനം? പെട്ടി ഹൃദയമാരി വീട്ടിൽ വെച്ച് പറഞ്ഞതാ. ഇത് ഞാൻ അവിടെ എടുത്താണല്ലോ ദൈവമേ. ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ. അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല. ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. ഞാൻ ജീവന്റെ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില്. ആർക്കും അതിന്റെ വില മനസ്സിലാവൂല, എനിക്കേ അറിയൂ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ഇത്. കൊള്ളാമോ? ദേ, എല്ലാവരും ഇത് കണ്ടോ? എന്റെ 3-ാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നി തന്ന ഉടുപ്പാ. ഇത് ഞാൻ മരണം വരെ കളയൂല. ഞങ്ങളുടെ തറവാട്ട് പറമ്പിന്റെ അതിരില് തേൻ കിനിയുന്ന ഒരു മാവുണ്ടായിരുന്നു എന്ന് ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. അതിന് ഒരു ദിവസം പണിക്കിരങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉച്ചിയിൽ ഒരു മാമ്പഴം കണ്ടു. എറിഞ്ഞു വീഴ്ത്താൻ പറ്റുമെന്ന് പണിക്കിരങ്ങൾ എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിൽ ആകെപ്പാടെ ഒരു മാങ്ങയ്ക്കേ ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ. ആ കല്ല ഇത്. എങ്ങനെയുണ്ട്? പണിക്കരെ ഇതിന് അരവട്ടല്ല, മുഴുത്ത വട്ട് തന്നെയാ. ഇത് കണ്ടോ, പലരും ജീവിതത്തിൽ നിസ്സാരമായി തള്ളിക്കളയുന്ന പല സാധനങ്ങളും മറ്റ് പലരുടെ ജീവിതത്തിലും വളരെ വിലപ്പെട്ടതായിരിക്കും. നമുക്കൊന്നും ഈ കല്ലിന്റെ വില മനസ്സിലാവില്ല. സൂക്ഷിച്ചു വെച്ചാ അല്ലെ കൊണ്ട് പുഴുങ്ങി തിന്ന്. ചേച്ചി ചെയ്ത ഒരുപാട് ഐക്കോണിക് ക്യാരക്ടേഴ്സിലെ കുറച്ചധികം ക്യാരക്ടേഴ്സ് നമ്മൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ശ്രമം? ശ്രമിച്ചെന്നോ? അടിപൊളിയായിരുന്നു ചേച്ചി. ഇല്ലേ ചേച്ചി, മിഥുനത്തിലെ മോഹൻലാലിനെയൊക്കെ പറിച്ചു വെച്ചായിരുന്നു കണക്കൊന്നുണ്ടായിരുന്നു ഇവിടെ കാര്യം. തീർച്ചയായിട്ടും ശശാങ്ക, തീർച്ചയായിട്ടും. കാരണം ഇത് അല്ല, ഈ ശ്രമം എന്ന് പറയുന്നത് തന്നെയാണല്ലോ അത് ഏറ്റവും എളിമയുള്ള ഒരു വാക്കെന്നേ ഉള്ളൂ ശശാങ്ക. ഞാൻ ചെയ്തതൊക്കെ ശ്രമങ്ങളാണ്. അത് ആരൊക്കെയോ പറഞ്ഞതെന്ന് ചെയ്തതാ ഞാൻ. നിങ്ങളിത് അത് അതേപോലെ ആവാനല്ലേ ശ്രമിച്ചത്? അതിൽ വിജയിച്ചു. ഓ, താങ്ക് യു. അത് വിജയിച്ചു. രസമായിരുന്നു. ആ ആർട്ടിസ്റ്റിന്റെ ചലനങ്ങളും കൂടെ വേണ്ടേ? ശബ്ദം മാത്രമല്ലേ ഉള്ളൂ അവരുടെ. തീർച്ചയായിട്ടും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. എനിക്ക് ആ പാൽക്കുപ്പിയുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. അവിടെ തവിയും കൊണ്ട് വന്ന് നിൽക്കുക. നോ അച്ചു, ഇൻ ദിസ് ടൈം, ഇൻ ദിസ് ഡേ എന്നൊക്കെ പറഞ്ഞാൽ ഉക്കരനായിരുന്നു കേട്ടോ മോളെ ശ്രേയ. അച്ചുവായിട്ട് അഭിനയിച്ച മായയും എല്ലാവരും, എല്ലാ ആൾക്കാരും, ആരെയും പറയാനില്ല. ജയറാമായിട്ട് പെർഫോം ചെയ്തവര്, മാമുക്ക, പിന്നെ ജഗദീശ്കുമാർ ആയിട്ട് ഷർട്ട് മാറ്റിക്കൊണ്ട് അറിയാൻ വയ്യാത്ത അല്ലേ? ചേച്ചി ഒരു കുഞ്ഞു ജഗതി ഇവിടെ നിൽക്കുന്നുണ്ട്. മോനെ നീ കിടുക്കി. ജഗദീശ്കുമാർ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നേനെ. സൂപ്പർ സൂപ്പർ. ഞങ്ങളിപ്പോ ഒരു പടം അഭിനയിക്കുന്നുണ്ട് മോനെ. ഞാനിത് പറയൂ അദ്ദേഹത്തോട്. ഉറപ്പായിട്ടും എല്ലാം നന്നായി, സന്തോഷം. കാരണം ഞാൻ ഒത്തിരി ചിരിച്ചു. സൂപ്പർ സൂപ്പർ. താങ്ക് യു ചേച്ചി, താങ്ക് യു. ചേച്ചി, ഈ മഴവിൽക്കാവടിയൊക്കെ നടക്കുന്ന സമയത്ത് ഒരേ സമയത്ത് തന്നെ ചേച്ചി 3 പടങ്ങളിലൊക്കെ അഭിനയിക്കുന്ന ഒരു സമയം, അങ്ങനെ ഒരു ഇന്റർവ്യൂ ചേച്ചി പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ അതെ. ഞാൻ വർത്തമാനകാലം കഴിഞ്ഞ് ഞാനതിൽ സിത്താരയുടെ ആ ഫുൾ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. വർത്തമാനകാലം നടക്കുക പാലക്കാട്. ഇത് ഷൊർണൂര് നടക്കുകയാണ്. അതും എന്നോട് പറഞ്ഞു സത്യേട്ടൻ ഫോണിൽ കൂടെ പറഞ്ഞു. അന്ന് ഈ മൊബൈലൊന്നും ഇല്ലല്ലോ. ഋഷി ഒരു ക്യാരക്ടർ എഴുതി വന്നു, രഘുനാഥ് എഴുതി വന്നപ്പം തരക്കേടില്ല, ഇങ്ങനെ പറഞ്ഞു വന്ന് കുറച്ച് സീനൊക്കെ ഇങ്ങനെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഉർവശി ഒന്ന് ഇംപ്രവൈസ് ചെയ്ത് നമ്മൾ ചെയ്താൽ നന്നാവും. ഉർവശി ആണെങ്കിൽ നന്നാവും.
എനിക്ക് തോന്നുന്നു, എനിക്ക് വിശ്വാസം ഉണ്ടെന്നുള്ള സത്യേൻ്റെ വിശ്വാസമാണ് ഞാൻ പോയി ചെയ്ത ക്യാരക്ടർ. പിന്നെ അതങ്ങനെ ഓരോ സീനും വന്നു കഴിഞ്ഞ് നന്നായി ഒരു പാട്ടും കൂടെ ആയി. ആ പാട്ടിനെ കഴിഞ്ഞ് ആട്ടുകുട്ടി എടുത്തോണ്ട് ഞാൻ വണ്ടി കയറി ഞാൻ നേരെ ദിണ്ടുക്കൽ റെയിൽവേ സ്റ്റേഷൻ. ആരോടും യാത്ര പോലും പറഞ്ഞില്ല. ഒറ്റ ദിവസം രാവിലെ 8 മണിക്ക് തുടങ്ങി നേരെ ഇങ്ങനെ കറങ്ങി വന്ന് BP ലോ ആയ ഇങ്ങനെ തല ഇറങ്ങി വീണു. പിന്നെ നാരങ്ങയുള്ള ഉപ്പിട്ട് തന്നു. എല്ലാവരും പേടിച്ചു, ഇന്നത്തെ കഥ തീർന്നു. പിന്നെ ഉഷാറായിട്ട് എണീച്ച് നിന്നു. പാടി അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കുട്ടി എടുത്ത് ഓടി 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 പോയി. അവിടെ വണ്ടിയൊന്നും നിൽപ്പുണ്ടായിരുന്നു, ഒരു ഡാമിൻ്റെ മേളിലാണ്. ആ വണ്ടി കയറി നേരെ അങ്ങ് പോയി റെയിൽവേ സ്റ്റേഷൻ. എന്നിട്ട് ഓടുന്ന ട്രെയിനിൽ നടൻ മുരളിയും കുറേ ടീമും ഉണ്ടായിരുന്നു, തമിഴ് ടീമുകൾ. അവരൊക്കെ ഉണ്ടായിരുന്നു. ആ ഓടുന്ന ട്രെയിനിൽ മുരളിച്ചേട്ടൻ പിടിച്ച് എന്നെ അകത്തോട്ടാക്കി. തമിഴിലെ മുരളിയാണ് എടുത്ത് അകത്തോട്ട് എറിഞ്ഞു. എൻ്റെ കൂടെയുള്ള സ്ത്രീ അകത്തോട്ട് എറിഞ്ഞു. പെട്ടിയൊക്കെ എടുത്ത് എറിഞ്ഞ് ഞാൻ അവിടെ നേരെ മൈസൂരിൽ പോയി. അവിടെ പോയി ഇറങ്ങി തമിഴ് പടം ഷൂട്ടിങ് തുടങ്ങി. അങ്ങനെയൊക്കെ ചെയ്ത പടം അതൊക്കെ ഇത്ര ഹൈലൈറ്റ് ആയി. ആ ഓർമ്മകളൊക്കെ എനിക്ക് വരുന്നുണ്ട് ഇതൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ. അപ്പോൾ എന്നെ കുറച്ച് വർഷങ്ങൾക്ക് പുറകിലോട്ട് കൊണ്ടുപോയതിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി. ഞങ്ങൾക്കും അതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ചേച്ചിയുടെ മുന്നിൽ ഞങ്ങൾ ഇത്രയും പേർ പെർഫോമൻസ് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയതിന് നന്ദി. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ 500ാമത്തെ എപ്പിസോഡായിട്ട് ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സ്പെഷ്യൽ ആർട്ടിസ്റ്റിനെ ഇങ്ങോട്ട് ഇറക്കാൻ പോവുകയാണ്. അദ്ദേഹം വരുന്നത് ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേഷനുമായിട്ടാണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വെൽക്കം ചെയ്യട്ടെ. പ്ലീസ് പ്ലീസ് ലെറ്റ്സ് വെൽക്കം ശ്രീജിത്ത് പേരാമ്പ്ര. ഹായ് ചേട്ടാ, വെൽക്കം ടു ഐറ്റം വേറെ. അപ്പോൾ നമ്മുടെ ഉർവശി ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ കാര്യക്കാർ ഇവിടെ ഉണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ ഇവിടെ ഉർവശി ചേച്ചിക്കുള്ള ഒരു ഡെഡിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, ഉർവശി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ കൽപ്പന ചേച്ചിയുടെ ശബ്ദമൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് ഏത് ശബ്ദമാണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമായിട്ട് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോൾ ആ ഷോയിൽ കൽപ്പന ചേച്ചി ജഡ്ജായിരുന്നു കോമഡി സ്റ്റാർസിൽ. അപ്പോൾ നമ്മൾ എത്ര ടെൻഷൻ അടിച്ച് വന്ന് നിന്നാലും ഏറ്റവും ഫ്രണ്ടിലിരുന്നു കൊണ്ട് ചേച്ചിയുടെ ആ ഒരു മുഖം കാണുമ്പോൾ നമ്മൾ ഡയലോഗ് മറക്കുമെന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് ഫുൾ ഡയലോഗ് എക്സ്ട്രാ കയ്യിൽ നിന്നിടാൻ പറ്റും. അത്ര എനർജിയാണ് നമുക്ക് ചേച്ചി തരാറുള്ളത്. അപ്പോൾ ആ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ചേച്ചിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചതാണ്. ചേച്ചിയുടെ ആ ഒരു ജഡ്ജ്മെൻറ്റ് തന്നെ പഠിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നത്തെ ഷെഡ്യൂളിലൊന്നും ചേച്ചി വന്നതുമില്ല. ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ ഔട്ടായി പോവുകയും ചെയ്തു. അപ്പോൾ അത് വല്ലാത്തൊരു വിഷമമായിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആ പ്രോഗ്രാമിൽ കൽപ്പന ചേച്ചി ഞങ്ങളെല്ലാവരെയും ജഡ്ജ് ചെയ്യുന്ന ആ ഒരു ജഡ്ജ്മെൻറ്റ് വോയിസാണ് ആദ്യം ചെയ്യുന്നത്. ഓക്കെ. മോൻ ചെയ്ത ആ ക്യാരക്ടർ ഇപ്പൊ ജഗദീശേട്ടൻ പറഞ്ഞ പോലെ തന്നെ അത് ക്യൂട്ടായിരുന്നു പൊന്നെ, അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഇതുപോലൊരു സ്കിറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോർമാറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ക്ലൈമാക്സ് നന്നാക്കുക, അസലായിട്ട് പെർഫോം ചെയ്യുക. എൻ്റെ മക്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? തീർച്ചയായിട്ടും ചേച്ചിയുടെ ശബ്ദം കുറച്ചുകൂടെ ഫീബിൾ ആണെങ്കിലും ആ ടോൺ കറക്റ്റാണ്. ടോണ് പിന്നെ മക്കൾ എന്നൊക്കെ വിളിക്കുന്നത് തീർച്ചയായിട്ടും അത്രയും ഹൃദയപൂർവ്വം ചേച്ചി വിളിക്കും. പൊന്നേന്നൊക്കെ വിളിക്കുന്നത് പിന്നെ അത്രയ്ക്ക് പ്രോത്സാഹിപ്പിക്കും. കറക്റ്റാണ്. അപ്പോൾ അത് വലിയ സന്തോഷമാണ്. ചേച്ചിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയില്ല. അത് ഉർവശി ചേച്ചിയുടെ രണ്ടും എനിക്ക് ഒരുപോലെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സന്തോഷം, വളരെ സന്തോഷം, ഒത്തിരി സന്തോഷം. ഗ്രേറ്റ് എഫേർട്ട് ചേട്ടാ. ഇനി എന്താണ് അടുത്ത ഐറ്റം? ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാമിൻ്റെ 500ാം എപ്പിസോഡാണ്. ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് എന്ത് പറയും? ഇതേ വോയിസ് തന്നെയാണ്, എന്നാൽ ആ ഒരു ഡയലോഗ് ഞാൻ ഒന്ന് ചെയ്യാം. ഫ്ലവേഴ്സ് ടിവിയിലെ ഇത് ഐറ്റം വേറെ 500 എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ മലയാള സിനിമ കണ്ട എക്കാലത്തെയും മികച്ച അഭിനേത്രിയായ ഉർവശിയെ തന്നെ കൊണ്ടുവന്നതിന് ഫ്ലവേഴ്സ് ടിവിക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. പൊടിമോളെ, സുഖമാണോ എൻ്റെ മക്കൾക്ക്? പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തൊരു ഡയലോഗാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വിളിക്കുന്നത് കൽപ്പന ചേച്ചി തന്നെ. ഓക്കെ, മക്കളെ തന്നെ വിളിക്കുന്നത്. ഇനി നമുക്ക് എന്തായാലും അടുത്ത ഐറ്റത്തിലേക്ക് കടന്നാലോ ശ്രീധർ? ഒരു ഐറ്റം കൂടെ നമുക്ക് ചെയ്യാം. ഞാൻ ഏറ്റവും കൂടുതൽ അനുകരിച്ചിട്ടുള്ള താരം ദിലീപേട്ടനെയാണ്. അപ്പോൾ ഈ അടുത്ത് ദിലീപേട്ടനും ഉർവശി ചേച്ചിയും കൂടി ഒരുമിച്ച് അഭിനയിച്ചൊരു സിനിമയുണ്ട്, കേശു ഈ വീടിന്റെ നാഥൻ. രണ്ട് ക്യാരക്ടറും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അതെ അതെ, കേശുവിലെ ആ ഏജുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ക്ലച്ച് താങ്ങി ഗിയർ മാറ്റി ആക്സിലേറ്റർ കൊടുത്താലേ വണ്ടി സ്മൂത്തായിട്ട് പോവുള്ളൂ. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും കണ്ട് റോട്ടിലായിരിക്കണം. ഊട്ടിയിലെ കുതിരയെ പോലെ സ്ട്രൈറ്റ് സ്ട്രൈറ്റ്
പിശുക്കനോ ഞാനോ പിശുക്കുന്നത് ജീവിതത്തിൽ അറിയാത്ത എന്നോടാ താൻ. ദാ 2000 രൂപ പെട്രോൾ അടിച്ചോ? ഫുൾ അടിച്ചോട്ടെ. പിന്നെ അതിൽ നിന്നൊരു 100 രൂപയ്ക്ക് ഫുൾ അടിച്ചോ? താങ്ക് യു. അടിപൊളി. ശ്രീധരൻ ആക്ച്വലി അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ദിലീപേട്ടന്റെ ഫിഗർ ചെയ്യുന്നത്. ദിലീപേട്ടനെ പോലെ ഉണ്ട് കാണാനായിട്ട്. താങ്ക് യു. അല്ല ശ്രീത്ത് ദിലീപേട്ടന്റെ ഫിഗർ ഒക്കെ ചെയ്തിട്ടാണ് ആദ്യമേ അല്ലേ? അതെ, ഫീൽഡിൽ വരുന്നത് അങ്ങനെയാണ്. ഫസ്റ്റ് എൻട്രി കിട്ടുന്നത് എല്ലാം നല്ല ഡിറ്റോ ആയിട്ട് ചെയ്യുന്ന ആളാ. താങ്ക് യു, താങ്ക് യു. ആ മനസ്സിലുണ്ടായിരുന്ന ഒരു കുഞ്ഞു കടം ഇന്ന് ഈ അത് ഇന്ന് 500ാമത്തെ കടം വീഡിയോ എന്നുള്ളതാണ്. താങ്ക് യു ഋഷിജി, താങ്ക്സ് ലോട്ട്. നന്നായി ശ്രീജിത്ത്. ഇത് ഇനിയും ഫീമെയിൽ വോയിസുകൾ, ബിന്ദുവിന്റെ വോയിസ്, അതൊക്കെ ഒത്തിരി പ്രത്യേകതയുള്ള വോയിസ് ആണ്. അതൊക്കെ മുമ്പ് ചെയ്തോണ്ടിരുന്നു, ഇപ്പൊ കുറെ നാളായിട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് അത് ശ്രമിക്കണം. അങ്ങനത്തെ അതിന് ആരും ഇല്ല കേട്ടോ, ശരിക്കും അത് ട്രൈ ചെയ്യണം. അപ്പൊ താങ്ക് യു സോ മച്ച് ശ്രീധേട്ട. ഇപ്പൊ 500ാമത്തെ എപ്പിസോഡിൽ വന്നു. ഇനി നമ്മൾ 1000 എപ്പിസോഡ് വരുമ്പോൾ അന്നും വരാൻ തീർച്ചയായിട്ടും വരും, തീർച്ചയായിട്ടും വരും. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഒരു ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ വേദിയിൽ ഒരുപാട് നല്ല എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റുകൾ വന്ന് നല്ല നല്ല കിടിലൻ വൈറൽ സ്കിറ്റുകൾ നമുക്ക് സമ്മാനിക്കാറുണ്ട്. ഒരുപാട് വൈറൽ കഥാപാത്രങ്ങളെ സമ്മാനിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ നിന്നും ഒരുപാടധികം കലാകാരന്മാരെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരു വലിയ ഒരു സ്ട്രോങ് പില്ലർ ഓഫ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഗ്രൂമേഴ്സ് ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു ഷോ 500ന്റെ നിറവിൽ നിൽക്കുമ്പോൾ നമുക്ക് അവരെ ചെറിയൊരു ഇന്ററാക്ഷൻ വേണ്ടേ? അങ്ങനെയെങ്കിൽ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തോട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗ്രൂമേഴ്സ് ശശാങ്കൻ ചേട്ടൻ, രാജേഷ് ഏട്ടൻ, ജോൺ ഏട്ടൻ ആൻഡ് സനുപേട്ടൻ. ഒപ്പം അവരെ സപ്പോർട്ട് ചെയ്യുന്ന രജി സാൻഡ്ര, അക്ഷയ്, ഷമീം, അമ്പാടി ആൻഡ് ഋതു. ഇതിൽ ഒരുപാട് മുഖങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ളതാണ്. ചില മുഖങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല, ബിഹൈൻഡ് ദ സ്ക്രീൻ നിൽക്കുന്നവരാണ്. ഇവരാണ് നമ്മുടെ ഈ ഒരു ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ ഒരു നെടും തൂണ് തന്നെ വേണം നമുക്ക് പറയാം. ഒരു വലിയ കൈയടി കൊടുക്കാം നമ്മുടെ ഗ്രൂമേഴ്സിന്. നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കിന്റെ ഫലമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള പല വൈറൽ സ്കിറ്റുകളും പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്നേഹവും. 2 വാക്ക് ശശാങ്കൻ ചേട്ടൻ. ഇതിനെല്ലാം ഉപരി നമുക്കൊരു കപ്പിത്താനുണ്ടല്ലോ അല്ലേ? പിന്നെ ഒരു കപ്പല് നയിച്ചുകൊണ്ട് പോണ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. അത് അർജുൻ സാറാണ്. അപ്പം അദ്ദേഹത്തിന് ഈ അവസരത്തിൽ അതിന് കൂടെ ഞങ്ങളെയും കൂടെ കൂട്ടിയതിൽ ഈ അവസരത്തിൽ നന്ദി പറയണു. ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ സാറ് കൂടി വന്നാൽ ഇതൊരു പൂർണ്ണമാവുള്ളെന്ന് എനിക്ക് തോന്നുന്നത്. കുറേ പേരുണ്ട് ഇതിന് പിന്നിൽ, നമ്മുടെ കോസ്റ്റ്യൂം, ആർട്ട്, പ്രോപ്പർ അങ്ങനെയുള്ള ടീമുകളെല്ലാം ഉണ്ട്, ക്യാമറ. എങ്കിലും ഒരു ഡയറക്ടർ എന്നുള്ളതിലേക്ക് അദ്ദേഹം കൂടെ വരണമെന്നുള്ളതാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആയിട്ടുള്ള അർജുൻ ചേട്ടനെ. ഞങ്ങൾക്ക് ഈ ഇന്നിയറിലൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും തെറ്റ് പറയുമ്പോൾ അങ്ങനെയല്ല മീനാക്ഷി എന്ന് പറയുന്നതും അർജുൻ ചേട്ടനാണ്. ഒരുപാടധികം കലാകാരന്മാരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഷോ ആണ്. പറഞ്ഞു തരുന്ന ആളോട് എന്താണ് പറയാനുള്ളത്? അതിപ്പോ പറയാല്ലേ? അല്ല, ഇതിപ്പം 500ാമത്തെ എപ്പിസോഡിന്റെ നിറവിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ 500 എപ്പിസോഡ് വരെയും എത്തിക്കാനായിട്ട് സാർ എടുത്ത ആ എഫേർട്ട്. എൻ്റെ എഫേർട്ട് എന്നതിലുപരി ഇതൊരു ടീം വർക്കാണ്. അപ്പം എനിക്കധികം സംസാരിക്കാൻ അറിയില്ല. സംസാരിക്കാൻ അറിയാവുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. രാജേഷ് ഏട്ടൻ പറയുന്നത് കൃത്യം. അത് കൊള്ളാം. അല്ല, എങ്കിലും 500 എപ്പിസോഡിനെ കുറിച്ച് നന്ദി വാക്ക് പറയണം. വലിയ സന്തോഷം. ഇത്രയും ഒരു 500 എപ്പിസോഡ് എന്ന് പറയുന്ന ഒരു വലിയൊരു മൈൽ സ്റ്റോൺ. പ്രത്യേകിച്ചും ഒരു കോമഡി പരിപാടി. അതും ഒരു കോമഡി പരിപാടി. അപ്പം എല്ലാവരോടും സ്നേഹം, പ്രേക്ഷകരോട് സ്നേഹം, മാതാപിതാക്കളോട് സ്നേഹം, ഗുരുക്കന്മാരോട് സ്നേഹം, പിന്നെ ഇവിടെ വന്ന എല്ലാ കലാകാരന്മാരോടും സ്നേഹം. ജഡ്ജസ് അടക്കമുള്ള, ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല. നന്ദി. രാജേഷ് പറഞ്ഞില്ലേ, രാജേഷ് സംസാരിച്ചില്ല. അല്ല, നമ്മളെല്ലാവരും പറഞ്ഞ പോലെ തന്നെയാണ് ഈ 500ന്റെ നിറവിൽ നിൽക്കുമ്പോൾ ഒരു അഭിമാനമാണ് തോന്നുന്നത്. ഒരുപിടി നല്ല ആർട്ടിസ്റ്റുകൾ ഈ ഷോയിലേക്ക് വന്നു. അത് തന്നെയാണ് ഐറ്റം വേറെ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അവർ തന്നെയാണ്, അവരുടെ ശക്തി തന്നെയാണ് ആ ആർട്ടിസ്റ്റുകൾ. അവരോടൊപ്പം ഞങ്ങൾ ഇപ്പോൾ ഡയറക്ടർ ഉൾപ്പെടെ ഞാൻ, ശശാങ്കന്, ജോണേട്ടൻ, സനൂപ്, റജി, ഷമീം, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ അവർക്കെല്ലാം എല്ലാ മാർഗനിർദ്ദേശം കൊടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള നമ്മുടെ ഏറെ ബഹുമാനിക്കുന്ന ജഡ്ജസ്. അപ്പോൾ ഒരുപാട് സന്തോഷമാണ് ഇത് 500 എത്തി നിൽക്കുമ്പോൾ. നാളെ നിങ്ങൾക്ക് കൂടിയുള്ളതാണ് ഈ വേദി. ഈ ഒരു ഷോ ചുമ്മാ അങ്ങ് നടന്നു പോകല്ലേ, നമ്മൾ 5 കോടി രൂപയോളം നമ്മൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഈ ഷോയിലൂടെ അവർക്ക് വീടുകൾ കിട്ടി. അതിലുപരി പുതിയ ആർട്ടിസ്റ്റുകൾ താരോദയം വന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് 1-2 ആർട്ടിസ്റ്റുകൾക്ക് വലിയ രീതിയിൽ നമുക്ക് ഈ ചികിത്സാ ധനസഹായം കൊടുക്കാൻ പറ്റി. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതും ഒരു വലിയൊരു നേട്ടമായിട്ട് കരുതുകയാണ്.
കുറെ ഒരുപാട് കുട്ടികൾക്ക് ഫീസ്, 2-3 ആളുകൾക്ക് വീട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഷോ വഴി ചെയ്യാൻ പറ്റിയതിലുള്ള ഒരു കൃതജ്ഞതയുണ്ട്. പിന്നെ നമ്മൾ എത്ര പേരാണ് ഇതുകൊണ്ട് കഴിഞ്ഞു പോകുന്നത്, അതും വലിയ കാര്യമല്ല. അതെ, ഏകദേശം 400-ലധികം ആളുകളാണ് ഈ ഒരു ഷോ കൊണ്ട് കഴിഞ്ഞു പോകുന്നത്. 400-ലധികം ആളുകൾ. ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒരു ഈഗോയും കോംപ്ലക്സും ഇല്ലാതെ പരസ്പരം കോർത്തിണക്കി കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. ആ നേട്ടത്തിന്റെ റിസൾട്ടാണ് ഇത് ഐറ്റം വേറെ 500 എപ്പിസോഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. അതിനൊരു എന്താ പറയുന്നത്, ഒരു ബിഗ് സല്യൂട്ട് തന്നെ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന പ്രേക്ഷകർ, എല്ലാ എപ്പിസോഡിലും വരുന്നവർ നല്ല കിടിലം പ്രേക്ഷകർ, അതൊരു വലിയൊരു കാര്യം തന്നെയാണ്, നമ്മുടെ ഓഡിയൻസ് ആയിട്ട് വരുന്നവർ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജോലികളിലേക്ക് താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ 500ാമത്തെ എപ്പിസോഡിലും ഇവിടെ വന്ന് നമുക്ക് ഫുൾ എപ്പിസോഡ് കളറാക്കി തന്ന ചേച്ചിക്ക് ആദ്യം തന്നെ ഒരു വലിയ താങ്ക്സ് നമ്മൾ പറഞ്ഞുകൊള്ളട്ടെ. ഞാനാ പറയേണ്ട താങ്ക്സ് കേട്ടോ. കാരണം സത്യം പറഞ്ഞാൽ ഫ്ലവേഴ്സിൽ ഞാൻ വന്നിട്ട് ഇത്രയും കാലം വന്നിട്ട് ഇത്രയും ഹൃദയം നിറഞ്ഞ്, സത്യം പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഹൃദയം നിറഞ്ഞു അല്ലേ. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ചേച്ചിയുടെ മുമ്പ് വെച്ച് തന്നെ ഇത്രയും പേര് നമുക്ക് നമ്മുടെ ആർട്ടിസ്റ്റുകളെ ഡെസ്മാഷ് ചെയ്യാനും അത് ഇഷ്ടപ്പെടുകയും, അതുപോലെ നിഷാദ് എന്ന് പറയുന്ന ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ 500ാമത്തെ എപ്പിസോഡിൽ പ്രിയപ്പെട്ട ഉർവശി ചേച്ചിയുടെ മുമ്പിൽ അത് പെർഫോം ചെയ്ത് അങ്ങോട്ട് ചിത്രം സമ്മാനിച്ചതിൽ നമുക്കും ഭയങ്കര സന്തോഷം. ഒരുപാട് സന്തോഷം ചേച്ചി. ഒരുപാട്. ഇനി വേറെ കാര്യമുണ്ട്. ഇനി 1000 എപ്പിസോഡ് ആവുമ്പോൾ ചേച്ചി വന്നില്ലെങ്കിൽ നമുക്കൊരു വിഷമമാണ്. കാരണം ഒന്നല്ല, 500, 250 ഒക്കെ വരുമ്പോൾ നമുക്ക് എനർജി കൂടുകയാണ് ചെയ്യണം. ഒരു ബൂസ്റ്റപ്പാണ് ചേച്ചി എന്തായാലും. അല്ലെ ഈ പരിപാടിക്കും നമുക്കും എല്ലാവർക്കും കാണുന്നവർക്കും. അപ്പൊ എന്തായാലും 1000 മറക്കരുത്. ഉറപ്പായിട്ടും വരും. നമ്മൾ അവിടം വരെ എത്തും. അന്ന് 10 കോടിയിലും അധികമാകും ഇത്. അങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇവിടുത്തെ ചിരിയും ഈ മനസ്സ് നിറയുന്നതും കണ്ണ് നിറയുന്നതും ഒക്കെ ഇതിന്റെ ഭാഗമാണ് അല്ലേ. അപ്പൊ നിങ്ങൾ ഇത്രയും പേരെ അന്നും എനിക്ക് ഇതുപോലെ കാണാൻ കഴിയണം. അല്ല, ഞങ്ങൾ ഇതുപോലെ ഇരിക്കും. കാരണം ഞങ്ങൾ ആലപ്പുഴ ബ്യൂട്ടീഷ്യൻസ് ഇറക്കും. ഇതുപോലെ ഒരു തീർച്ചയായിട്ടും ഞങ്ങളുണ്ടാകും, ചേച്ചി ഉണ്ടാവണം. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, പരിപാടി കളറാക്കാനും നമ്മുടെ ഒരു ഐശ്വര്യം കൂടിയാണ് ചേച്ചി എന്തായാലും ഈ ഒരു വേദിയിൽ വരുന്നത്. അപ്പൊ വൺസ് അഗൈൻ നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യാണ്, ജഗദമ്മ തിയേറ്റേഴ്സിൽ ഓടുന്നുണ്ട്, എല്ലാവരും പോയി കാണുക. എൽ ജഗദമ്മ 7ാം ക്ലാസ് B സ്റ്റേറ്റ് ഫസ്റ്റ്. സന്തോഷം. അപ്പോ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ ഇന്നത്തെ എപ്പിസോഡ്, അതായത് നമ്മുടെ 500ാമത്തെ എപ്പിസോഡിന് ദാ ഇവിടെ തിരശീല വീഴുകയാണ്. ഇനിയും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഫ്ലവേഴ്സ് കോമഡി ഫുൾ ഓൺ പവറോട് കൂടിയിട്ട് 1000-2000 എപ്പിസോഡുകൾ ഇങ്ങനെ കടന്നു പോകും. അപ്പം ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ നാളെ ഈ ഒരു വേദിയിൽ വന്ന് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടാകും. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരിക, നിങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു വേദിയായിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ ഉർവശി ചേച്ചിയുടെ ഓൺ ദാറ്റ് നോട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് നൈറ്റ്.